കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, പരിശുദ്ധ സഭ പരിശുദ്ധമായ ശൂനോയോ പെരുന്നാളിൻ്റെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണല്ലോ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധ സഭ ഈ നോമ്പ് കാലഘട്ടങ്ങൾ അനുഗ്രഹപ്രദമായി കൊണ്ടാടുമ്പോൾ നമ്മുടെ ഇടവകയും ഏറ്റവും ഭംഗിയായി പ്രാർത്ഥനാപൂർവം സമർപ്പണത്തോടെ പ്രത്യേകാൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് ഈ നോമ്പിൽ നമ്മുടെ ഇടവകയും നാമും പങ്കാളികൾ ആകുകയാണല്ലോ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ നമുക്കെല്ലാവർക്കും കാവലും കോട്ടയുമായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന് നമ്മുടെ സഭയിൽ വലിയ സ്ഥാനമാണ് ഉള്ളത്. പ്രത്യേകിച്ചും ശുദ്ധിമാന്മാർ, ശുദ്ധിമതികൾക്ക്, മധ്യസ്ഥകൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന സഭയാണല്ലോ നമ്മുടേത്. അതിലേറ്റവും വലിയ പ്രാധാന്യം പരിശുദ്ധ ദൈവമാതാവിന് ഉണ്ട് എന്നുള്ളതിൽ യാതൊരുവിധമായ സംശയമില്ല. പരിശുദ്ധ ദൈവമാതാവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളും ദൈവിക വിളയെ സ്വീകരിച്ച് ആ മാർഗത്തിലൂടെ ജീവിച്ച് ഈ ലോകത്ത് യഹോവയുടെ ഹിതപ്രകാരം തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ വ്യക്തിയാകുന്നുവല്ലോ പരിശുദ്ധ കന്യകമറിയാം അമ്മ. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ജീവിതത്തിൽ പറയുന്നുണ്ട്, ഇനി ലോകം എന്നെ ഭാഗ്യവതിയെന്ന് വാഴ്ത്തും. ഇനി ലോകം എന്നെ ഭാഗ്യവതിയെന്ന് വാഴ്ത്തും. ഭാഗ്യവതിയെന്ന് വാഴ്ത്തുവാനുള്ള കൃപകൾ മാതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പരിശുദ്ധ ദൈവമാതാവിന് സ്വർഗത്തിൽ നിന്നും ദൂതൻ പ്രത്യക്ഷപ്പെട്ട്, ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് എന്താണ് പറയുന്നത്? കൃപ നിറഞ്ഞവളെ, നിനക്ക് വന്ദനം, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. കൃപ നിറഞ്ഞവളെ, നിനക്ക് വന്ദനം, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ പരിശുദ്ധ ദൈവമാതാവിനോട് കൂടെ ഉണ്ടായിരുന്നു. ആ കൃപയ്ക്കൊത്തവണ്ണം ജീവിക്കുവാൻ പരിശുദ്ധ ദൈവമാതാവിന് സാധിച്ചതുകൊണ്ടാണ് ലോകം എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് പരിശുദ്ധ ദൈവമാതാവ് പാടുന്നത്. നമ്മോടുകൂടെയും ഈ ദൈവത്തിൻ്റെ കൃപ ഉണ്ട്. എന്നാൽ ആ ദൈവത്തിൻ്റെ കൃപകളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം. പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം, ജീവിതം കൊണ്ട് നമുക്ക് തരുന്ന സന്ദേശവും അതാണ്. നാമും എങ്ങനെയുള്ളവരാണ്? ദൈവസന്നിധിയിൽ നിന്ന് കൃപ ലഭിച്ചവളാണ്. ദൈവസന്നിധിയിൽ നിന്ന് കൃപ ലഭിച്ചവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ആ കൃപയ്ക്കൊത്തവണ്ണം ജീവിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ജീവിത സാക്ഷ്യം അതാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 49-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധ ദൈവമാതാവ് പാടുന്ന പാട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്: ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധൻ തന്നെ. പരിശുദ്ധ ദൈവമാതാവ് ദൈവത്തെ കുറിച്ച് ശക്തനായവൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്, അവിടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമുക്ക് തരുന്നത്. എന്താണ്? നാം എങ്ങനെയുള്ളവരാണ്? നാം ബലഹീനരാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. അവിടെയാണ് ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാം ബലഹീനരാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതം താഴ്മയുടെയും ത്യാഗത്തിൻ്റെയും സഹിഷ്ണുതയുടെയും അതിനേക്കാൾ ഉപരിയായി പ്രത്യാശ നിറഞ്ഞ ജീവിതവുമായിരുന്നു ആരുടേത്? പരിശുദ്ധ ദൈവമാതാവിൻ്റേത്. അതോടൊപ്പം ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന യാഥാർത്ഥ്യങ്ങളെ, ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ ധൈര്യപൂർവം നേരിട്ട വ്യക്തിത്വമാണ് ആരുടേത്? പരിശുദ്ധ ദൈവമാതാവിൻ്റേത് എന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. 121-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും മെനഞ്ഞുണ്ടാക്കിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആകുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു,
എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും മെനഞ്ഞുണ്ടാക്കിയ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകുന്നു. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു യഹോവ ഭക്തനായി, ദൈവഭക്തനായി, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച്, ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ തിരിച്ചറിഞ്ഞ്, ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് എൻ്റെ ജീവിതത്തെ മാറ്റി സമർപ്പിച്ച് ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് ഒരു സഹായകൻ ആവശ്യമാണ്. കാരണം ഈ ലോകത്തിൽ നമ്മൾ ആരാണ്? ബലഹീനരാണ്. ഈ ലോകത്തിൽ ബലഹീനരാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധ കന്യകമറിയാം നമുക്കും നൽകുന്നുണ്ട്. ഈ ലോക ജീവിതം പ്രതിസന്ധികളും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കിയേ. നാം കടന്നു വന്ന വഴികളെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മുടെ നാടും നമ്മുടെ വീട്ടുകാരെയും ബന്ധുമിത്രാദികളെയും ഒക്കെ വിട്ട് പ്രവാസ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് ഇപ്പോഴൊരു പക്ഷേ ഒരു സുരക്ഷിതമായ സ്ഥാനത്തൊക്കെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിലും നമ്മുടെ തുടക്കം എങ്ങനെയായിരുന്നു? പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ നിറഞ്ഞതായിരുന്നു. ആ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് സാധിച്ചതുകൊണ്ട് ദൈവം നമ്മളെ ഒരു സുരക്ഷിതമായ സ്ഥാനത്ത് ആക്കി വച്ചിരിക്കുകയാണ്. എങ്കിലും ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും രോഗങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. വ്യക്തി ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളുമില്ലേ? കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളുമില്ലേ? സാമൂഹിക ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഇല്ലേ? പ്രകൃതിക്ഷോഭങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ നേരിടേണ്ടതായി വരുന്നില്ലേ? രോഗങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ നേരിടേണ്ടതായി വരുന്നില്ലേ? സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ അതിനെ നേരിടേണ്ടതായി വരുന്നില്ലേ? ഇങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും നാം നേരിട്ടിട്ടുണ്ട്, ഇനിയും നേരിടുവാനായിട്ട് ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ എന്താണ് ഈ കഷ്ടതകളെക്കുറിച്ച് യഹോവയാം ദൈവം പറയുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ജീവിത സാക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ ലോക ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, വിശുദ്ധ മത്തായി എഴുതുന്ന സുവിശേഷം 2-ാം അധ്യായം നാം താപ്പോട്ട് വായിക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. പ്രത്യേകിച്ച് ഗബ്രിയേൽ മാലാഹ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ ദൂത് പരിശുദ്ധ ദൈവമാതാവിനോട് അറിയിക്കുമ്പോൾ പറയുന്നു, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നൊക്കെ പറഞ്ഞ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് എന്ന് പറയുമ്പോഴും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ കഷ്ടതകളും പ്രതിസന്ധികളും നേരിടേണ്ടതായി വന്നു എന്നുള്ളതാണ്. ഒരു സ്ത്രീ ഗർഭവതിയായി തീരുമ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംരക്ഷണങ്ങളും ഒരുപാട് കാര്യങ്ങൾ ആ സ്ത്രീക്ക് ആവശ്യമാണ്. സംരക്ഷണം ആവശ്യമുള്ള ഒരു സമയത്ത്, അല്ലെങ്കിൽ സ്വസ്ഥത ആവശ്യമുള്ള ഒരു സമയത്ത്, വിശ്രമം ആവശ്യമുള്ള ഒരു സമയത്ത്, ജീവനു വേണ്ടി ഇല്ലയോ പ്രാണരക്ഷാർത്ഥം പല ഭാഗങ്ങളിലേക്കും ഓടി നടക്കുന്ന ഒരു മാതാവിനെയാണ് നമ്മളവിടെ കാണുന്നത്. അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് ആര് കടന്നു വന്നത്? പരിശുദ്ധ ദൈവമാതാവ് കടന്നു വന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം ഒന്ന് വായിച്ചാട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 34-ഉം 35-ഉം വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 34-ഉം 35-ഉം വാക്യങ്ങളിൽ, പിന്നെ ശിമിയോൻ അവരെ അനുഗ്രഹിച്ച് അവൻ്റെ അമ്മയായ മറിയോട്, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവൻ ഇസ്രയേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കും. നമുക്കറിയാം, യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്ന, യേശുകുഞ്ഞിനെയും കൊണ്ട് കടന്നു ചെല്ലുന്ന ദൈവമാതാവിനെ ശിമയോനെടുത്ത് കൈകളിൽ വാഴ്ത്തി പാടിയിട്ട് പരിശുദ്ധ ദൈവമാതാവിനോട് പറയുന്ന ഒരു വാക്യമാണ്,
നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കുമെന്ന് ശിമിയോൻ പറയുകയാണ്. ആ വാൾ സ്വീകരിക്കുവാൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേകത എന്താണ്? ദൈവം ഓരോ മുന്നറിയിപ്പുകളും അവൾക്ക് നൽകുമ്പോഴും എന്താണ്, അതിനെയൊക്കെ മനസ്സിൽ സംഗ്രഹിക്കുന്നവളായിരുന്നു ആര്? പരിശുദ്ധ ദൈവമാതാവ്. മനസ്സിൽ സംഗ്രഹിച്ച് അതിലേക്ക് തൻ്റെ ജീവിതത്തെ പൊരുത്തപ്പെടുത്തി എടുക്കുന്ന വ്യക്തിയായിരുന്നു പരിശുദ്ധ ദൈവമാതാവ്. ഒന്നാമതായി ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലോകത്തിൽ എന്തുണ്ട്? കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. യേശുക്രിസ്തു തന്നെ അത് സാക്ഷിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് യേശുക്രിസ്തു പറഞ്ഞു. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടാണ് ഇത് പറയുന്നതെങ്കിലും നമ്മോട് എല്ലാവരോടുമായാണ് ക്രിസ്തു ഇത് ഓർമ്മപ്പെടുത്തുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതേ അധ്യായം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20 മുതൽ ഉള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, വായിച്ചാട്ടെ. നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. ഈ ലോക ജീവിതത്തിൻ്റെ കഷ്ടതകളെക്കുറിച്ചാണ് യേശു തമ്പുരാൻ അവിടെ വിവരിക്കുന്നത്. ഈ ലോകത്ത് കഷ്ടതകളുണ്ട്. ആ കഷ്ടതകളെ നേരിടുവാനുള്ള ജീവിതത്തെ തരപ്പെടുത്തുകയാണ് നാം ചെയ്യേണ്ടത്. പരിശുദ്ധ ദൈവമാതാവ് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവളും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവളുമാണ് എന്ന് പറയുമ്പോൾ തന്നെ ദൈവമാതാവിന് തുടക്കം മുതൽ തന്നെ എന്തുണ്ട്? ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും തൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് തൻ്റെ ജീവിതം സാക്ഷിക്കുന്ന വലിയ സത്യമാണ്. യേശുക്രിസ്തു തന്നെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ. ആസ്ഥാന മണ്ഡപത്തേക്ക് കൊണ്ടുപോയി എല്ലാം വിളിച്ചു കൂട്ടി അവനെ രക്താംബരം ധരിപ്പിച്ചു, മുള്ളുകൊണ്ട് ഒരു കിരീടം ധരിപ്പിച്ച് അവനെ ചൂടിച്ചു. യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞവനെ വന്ദിച്ചു. കോൽ കൊണ്ട് അവൻ്റെ തലയിലടിച്ചു, അവനെ തുപ്പി മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു. അങ്ങനെ അവനെ പരിഹസിച്ച ശേഷം അവനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയി. യേശുക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വരുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? ഈ കഷ്ടതകളെ നേരിടുവാനാണ്. ഈ കഷ്ടതകൾ അനുഭവിക്കുവാനാണ് യേശുക്രിസ്തു തന്നെ ഈ ലോകത്തിൽ കടന്നു വരുന്നത്. യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷയിൽ പലപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ ഇഷ്ടമല്ല, മറിച്ച് ആരുടെയാണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിപ്പാനാണ് ഞാൻ ഈ ലോകത്ത് വന്നത്. എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിപ്പാനാണ് ഞാൻ ഈ ലോകത്ത് കടന്നു വന്നത്. അങ്ങനെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുവാനായി ഈ ലോകത്ത് കടന്നു വരുമ്പോൾ ഈ ലോക ജീവിതത്തിൽ എന്തുണ്ട്? കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെയുണ്ട്. നമുക്ക് ആത്മീകമായ ജീവിതത്തിൽ നമ്മെ ഒരുക്കിയെടുക്കുന്നില്ല എങ്കിൽ ആ കഷ്ടതകളെ നേരിടുവാനുള്ള ധൈര്യം പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകും. അതുകൊണ്ടാണ് ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വീണ്ടും യേശുദമ്പനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ ക്രൂശിനരികെ നിൽക്കുന്ന മാതാവിനെ നമുക്ക് കാണാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനരികെ നിൽക്കുന്ന മാതാവ്. അവിടെ എന്താണ് പറയുന്നത്?
നിന്നിരുന്നു. ആരുടെ സമീപമാണ് നിൽക്കുന്നത്? സ്വന്തം പുത്രനെ ഒരു കുറ്റവാളിയെ പോലെ കൊന്ന് ക്രൂശിൽ തറച്ച് ആ ക്രൂശിൽ കിടന്ന് പിടയുന്ന മകൻ്റെ മുമ്പിലാണ് ആര് നിസ്സഹായതയോടുകൂടി നിൽക്കുന്നത്? മാതാവ് നിൽക്കുന്നത്. നമ്മളാണെങ്കിൽ ഈ ഒരു അവസ്ഥ ജീവിതത്തിൽ നമുക്ക് താങ്ങാൻ പറ്റുമോ? ഈ ഒരു അവസ്ഥ നാം എങ്ങനെയായിരിക്കും ഇതിനെ തരണം ചെയ്യുന്നത്? ശരിക്കും മാനസികമായും ആത്മീയമായും ശാരീരികമായും ഒക്കെ നമ്മൾ തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണത്. സ്വന്തം മകനെ വളരെ ക്രൂരമായി മൃഗീയമായി യഹൂദന്മാർ കൊന്ന് ക്രൂശിൽ തറച്ച് മകൻ അവിടെ കിടന്ന് പിടയുമ്പോൾ ഒരല്പം വെള്ളത്തിന് വേണ്ടി എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥകൾ. ആ ക്രൂശിന് മുമ്പിൽ ആര് നിൽക്കുകയാണ്? പരിശുദ്ധ കന്യകമറിയാം നിൽക്കുകയാണ്. എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കടന്നു വരാറില്ലേ? കഴിഞ്ഞകാല ജീവിതങ്ങളിലേക്ക് ഒക്കെ ഒന്ന് ഓടിച്ചു നോക്കുക, നമ്മുടെ കണ്ണോടിച്ചു നോക്കുക. എത്രയോ പ്രാവശ്യം ജീവിതത്തിൽ തകർന്നു പോകാവുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് പരിഹാസവും മറ്റുള്ളവരിൽ നിന്ന് നിന്ദയും മറ്റുള്ളവരിൽ നിന്ന് പുച്ഛത്തിൻ്റെ അനുഭവങ്ങളുമൊക്കെ നേരിടേണ്ടി വരുന്ന അനുഭവങ്ങൾ, അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? നമ്മുടെ ആവശ്യങ്ങളൊന്ന് പറയുവാൻ, ആരോടെങ്കിലും ഒന്ന് പങ്കുവെക്കുവാൻ ആരുമില്ലാതിരുന്ന ഒറ്റപ്പെട്ടു പോയ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? കണ്ണുനീരിൻ്റെയും വിലാപത്തിൻ്റെയും അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? നമ്മുടെ പൂർവികരുടെ ജീവിതത്തിലേക്ക് കൂടി നമ്മളൊന്ന് കണ്ണോടിക്കണം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തേക്കാൾ ഉപരി കഷ്ടതകളും പ്രയാസങ്ങളും സഹനങ്ങളും ഒക്കെ സഹിച്ചത് ആരാണ്? നമ്മുടെ പൂർവികരാണ്. പക്ഷേ അവിടെയൊക്കെ എന്താണ്? ആ പൂർവികർ ജീവിക്കുവാനായിട്ട് അവർ പഠിച്ചു. അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതോടൊപ്പം ജീവിതത്തെ പരുവപ്പെടുത്തിയെടുക്കുവാൻ അവർ പഠിച്ചു. അവർ പഠിക്കുക മാത്രമല്ല, അവർ നമ്മെ അത് പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. എന്താണ്? നാമും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്യുവാൻ നമ്മെ തന്നെ പരുവപ്പെടുത്തി, നമ്മെ തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനോടൊപ്പം നമ്മുടെ തലമുറകളെയും ജീവിത അനുഭവങ്ങളെ നേരിടുവാൻ ഒരുക്കിയെടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് നാം വിസ്മരിച്ച് കളയരുത്. ക്രൂശിൽ കിടന്ന് ഈ ലോകത്തിൻ്റെ രക്ഷകൻ, ഈ ലോകത്തെ വീണ്ടെടുക്കുവാനായി കടന്നു വന്നവൻ എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറയുന്ന നിസ്സഹായമായ അവസ്ഥ. വിശുദ്ധ മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. വിശുദ്ധ മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയതുപോലെയെല്ലാം അവനോട് ചെയ്തു. അവണ്ണം മനുഷ്യപുത്രരും അവരാൽ കഷ്ടപ്പെടുവാനുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. യേശു തമ്പുരാനും ഈ ലോകത്തിൽ കടന്നു വന്നത് തനിക്ക് കഷ്ടതകൾ നേരിടുവാനുണ്ട് എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയാണ്. ഒന്നാമത്തെ ചിന്തയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിനോട് അനുബന്ധിച്ച് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നിങ്ങളോട് പങ്കുവെക്കുവാനുള്ള ചിന്തയും അതാണ്. ഈ ലോകത്തിൽ എന്തുണ്ട്? കഷ്ടതകൾ ഉണ്ട്. ഈ ലോകത്തിൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്കൊന്ന് നോക്കുമ്പോൾ പലതരത്തിലുള്ള കഷ്ടതകളെയൊക്കെ നേരിട്ടിട്ടാണ് നാം ഇന്ന് ഈ അവസ്ഥയിൽ ആയിരിക്കുന്നത്. എന്നാൽ മുൻപോട്ട് നമുക്കെന്തുണ്ട്? ഇനിയും തരണം ചെയ്യുവാൻ ഒരുപാട് ജീവിത വഴികൾ, ജീവിതയാത്രകളുണ്ട്. ജീവിതത്തിൽ കഷ്ടതകളുണ്ട് എന്ന യാഥാർത്ഥ്യ ബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ ലോകത്ത് ജീവിക്കുവാൻ. പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ജീവിത സന്ദേശം അതാണ്. ഈ ലോകത്ത് കഷ്ടതകൾ ഉണ്ട്. ആ കഷ്ടതകളെ തരണം ചെയ്ത് ആ കഷ്ടതകളോടൊപ്പം എൻ്റെ ജീവിതത്തെ പൊരുത്തപ്പെടുത്തിയെടുത്ത് ജീവിക്കുവാനുള്ള ജീവിത അനുഭവങ്ങൾ, ജീവിത ക്രമീകരണങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം.
ഞാൻ കുറച്ചു മുമ്പേ സൂചിപ്പിച്ചതുപോലെ നമ്മേക്കാളൊക്കെ ഉപരി ജീവിതാനുഭവങ്ങൾ നമ്മുടെ പൂർവികരുടെ ജീവിതത്തിൽ ഉണ്ട്. നമ്മേക്കാളൊക്കെ അപ്പുറമായി കഷ്ടതകളെയും പ്രയാസങ്ങളെയും ഒക്കെ നേരിട്ടവരാണ് ആര്? നമ്മുടെ പൂർവികർ. പക്ഷേ അവർ നമുക്കും പകർന്നു തന്ന ഒരുപാട് ജീവിത പാഠങ്ങളുണ്ട്, ജീവിത സാക്ഷ്യങ്ങളുണ്ട്. നമുക്കും വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട്. എന്ത്? നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുവാൻ, നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുവാൻ. എന്താണ്? ഈ ലോകത്ത് കഷ്ടങ്ങൾ ഉണ്ട്. അതുകൊണ്ട് യാഥാർത്ഥ്യ ബോധ്യത്തോടുകൂടി വേണം, യാഥാർത്ഥ്യ ബോധ്യത്തെ മനസ്സിലാക്കി വേണം നമ്മുടെ തലമുറകളെ നാം വളർത്തിയെടുക്കുവാൻ. അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധ്യത്തെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു തലമുറ ഉണ്ടാകുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപക്ഷെ അവർ പരാജയപ്പെട്ടു പോകും. രണ്ടാമതായി, പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് തരുന്ന ജീവിത സന്ദേശം എന്നത് ഈ കഷ്ടതകളെ അതിജീവിക്കുവാനുള്ള കരുത്താണ് നമുക്കുണ്ടാകേണ്ടത്. ഈ കഷ്ടതകളെ തരണം ചെയ്യുവാനുള്ള ധൈര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പരിശുദ്ധ ദൈവമാതാവിന് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്ന് പറയുമ്പോൾ അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യത്തിലാണ് പറയുന്നത്, അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. നമുക്ക് അങ്ങനെ പറയുവാനായിട്ട് സാധിക്കുമോ? എന്താണ് പരിശുദ്ധ കന്യമറിയാം അവിടെ പറയുന്നത്? യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ യഹോവയാം ദൈവം അരുളി ചെയ്യുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ നാം പ്രാർത്ഥിക്കാറുണ്ടോ, ദൈവമേ നിന്റെ പദ്ധതി എന്താണ് എന്നുള്ളത് എനിക്ക് വെളിപ്പെടുത്തി തരണമേ, നിന്റെ പദ്ധതിക്ക് അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ, നിന്റെ പദ്ധതി അറിഞ്ഞ് നിന്റെ അരുളപ്പാടുകൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള മനോധൈര്യം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇവിടെ കന്യകമറിയാം പ്രാർത്ഥിക്കുന്നത് അതാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഞാനും നിങ്ങളുമൊക്കെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് നിൽക്കുന്നത് പലപ്പോഴും ഈ ഒരു മനോഭാവത്തോടു കൂടിയാണോ? അല്ല എന്ന് പറയേണ്ടി വരും. നാം ദൈവസന്നിധിയിൽ കടന്നു വന്ന് നിൽക്കുന്നത് പല പ്രാർത്ഥനകൾ കൊണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, എനിക്ക് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, എനിക്ക് എന്നെക്കുറിച്ച് ചില സ്വപ്നങ്ങളുണ്ട്, എനിക്ക് എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്, എനിക്ക് എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചില സ്വപ്നങ്ങളുണ്ട്, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചില സ്വപ്നങ്ങളുണ്ട്. ദൈവമേ നീ ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കി തരണമേ എന്നാണ് ഒരുപക്ഷെ കണ്ണുകളെ ഉയർത്തി നാം പ്രാർത്ഥിക്കുന്നത്. ശരിയല്ലേ? ഒരിക്കലും ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ കടന്നു വന്ന് യഹോവയാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മറിയം പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയാറില്ല. മറിയം പ്രാർത്ഥിച്ചത്, ദൈവമേ നിന്റെ ഹിതം എന്താണോ അതനുസരിച്ച് എന്നെ ആക്കി തീർക്കണമേ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നാണ് ആര് പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധ കന്യകമറിയം പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ആ പ്രതിസന്ധികളെ നേരിടുവാൻ ജീവിതത്തെ ധൈര്യപ്പെടുത്തി നിർത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തി ജീവിതമാണ് ആരുടേത്? പരിശുദ്ധ കന്യകമറിയം അമ്മയുടെ. പ്രത്യേകിച്ച് ഒരു യഹോവ ഭക്തന്റെ ജീവിതത്തിൽ എന്തുണ്ട്? കഷ്ടതകളും പ്രയാസങ്ങളും അവൻ്റെ ജീവിതത്തിലുണ്ട്. ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ സ്വീകരിച്ച് ജീവിക്കുവാൻ തൻ്റെ ജീവിതത്തെ ഒരുക്കിയെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തുണ്ട്? കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ട്. അതിനെ ധൈര്യത്തോടു കൂടി നേരിടുവാനാണ് പരിശുദ്ധ കന്യകമറിയം നമ്മെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവിന് അത്രമാത്രം ധൈര്യം ലഭിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, പരിശുദ്ധ കന്യകമറിയാമിന് അത്രമാത്രം ധൈര്യം ലഭിച്ചത്, ദൈവമേ നിന്റെ ഹിതമനുസരിച്ച് ഞാൻ ആയിത്തീരണമേ എന്നുള്ള പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നിന്റെ ഹിതമനുസരിച്ച് എന്നെ ആക്കി തീർക്കണമേ. നമ്മൾ പാട്ടൊക്കെ വളരെ ഈണത്തിലൊക്കെ പാടാറുണ്ട്. എന്താണ്? നിന്റെ ഹിതം പോലെ എന്നെ നിത്യം
തീടേണമേ. എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടേണമേ. ഇങ്ങനെയുള്ള പാട്ടുകൾ എത്രയോ പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാടിയിട്ടുണ്ട്, ഇല്ലയോ? വളരെ ആസ്വദിച്ച് ഈണത്തിലൊക്കെ നമ്മൾ പാടിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ദൈവസന്നിധിയിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇതാണോ? നിന്റെ ഹിതമനുസരിച്ച് എന്നെ ആക്കി തീർക്കണമേ എന്നാണോ നമ്മുടെ പ്രാർത്ഥന? നിന്റെ ഹിതമനുസരിച്ച് ആയിത്തീരണം എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവിന് തൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളെ നേരിടുവാനുള്ള ധൈര്യം കൈവരുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ യാഥാർത്ഥ്യത്തെ നേരിടുവാനുള്ള ധൈര്യമില്ലാതെ പോകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനല്ല ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്, ഇല്ലയോ? പ്രത്യേകിച്ച് ഇന്നത്തെ പുതിയ തലമുറകളെയൊക്കെ ഒന്ന് എടുത്തു നോക്കി. ജീവിത യാഥാർത്ഥ്യങ്ങളെ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും പുതിയ തലമുറകളൊക്കെ എന്താണ്? അവിടെ പരാജയപ്പെട്ടു പോകും. എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറകളെ നമ്മൾ അങ്ങനെയാണ് പരിശീലിപ്പിച്ച് വെച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുണ്ടായ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ ഒരുപക്ഷെ അവരെ അറിയിച്ചു കാണില്ല. ഇന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും കൂടെ ആണ് നിന്റെ മാതാവും പിതാവും ഒക്കെ തരണം ചെയ്ത് കടന്നു വന്നിരിക്കുന്നതെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ, ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയാതെ പോയി. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇന്നത്തെ പുതിയ തലമുറകളൊക്കെ എന്താണ്? പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമ്പോൾ അവർ പരാജയപ്പെട്ടു പോകുന്നത് അവിടെയാണ്. പരിശുദ്ധ കന്യകമറിയാം നമുക്കവിടെ ഒരു വലിയ ജീവിത സാക്ഷ്യമാണ്, ജീവിത മാതൃകയാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോൾ ധൈര്യത്തോടുകൂടി അതിനെ നേരിടുക, ധൈര്യത്തോടുകൂടി നേരിടുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ മാത്രമേ ജീവിതത്തിൽ മുൻപോട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധനായ പൗലോസ് പറയുന്ന പോലെ നിനക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നീ സ്ഥിരതയോടെ ഓടുക. അങ്ങനെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ അതിനെ ധൈര്യത്തോടുകൂടി നേരിടുക എന്നുള്ളത് മാത്രമല്ല പരിശുദ്ധ കന്യകമറിയാം നമുക്ക് തരുന്ന സന്ദേശം. പിന്നെ എന്താണ്? മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു എന്ന് അവർക്കും ഒരു ആശ്വാസമായി തീരുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ എത്രമാത്രം ആശ്വാസമോ സമാധാനമോ ഒക്കെ കണ്ടെത്താൻ പറ്റുന്നുണ്ടെന്നുള്ളത് പലപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. അങ്ങനെയുള്ള നമ്മളാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്? സമാധാനം പങ്കുവെക്കുവാനായിട്ട് പോകുന്നു. ആദ്യം എൻ്റെ ജീവിതത്തിൽ ധൈര്യത്തോടു കൂടി ഇതിനെയൊക്കെ നേരിടുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 39 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു. പരിശുദ്ധ കന്യകമറിയാമിന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായപ്പോൾ അത് കഴിഞ്ഞ് അവൾ എവിടേക്ക് ബന്ധപ്പെട്ടു പോകുന്നു എന്നാണ് കാണുന്നത്. എവിടാണ്? എലിശബത്തിനെ കാണുവാനായി, തൻ്റെ ചാർച്ചക്കാരിയായ എലിശബത്തിനെ കാണുവാൻ, അവളോടൊപ്പമായിരിക്കാൻ, അവളെ ശുശ്രൂഷിപ്പാൻ ബന്ധപ്പെട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടുവാൻ ധൈര്യം നമുക്കുണ്ടാകുമ്പോൾ മറ്റുള്ളവരോട് ചേർന്ന് നിന്ന് അവരുടെ പ്രതിസന്ധികളിൽ താങ്ങും തണലുമായി തീരുവാൻ നമുക്ക് സാധിക്കും. യോശുവ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. യോശുവ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അവിടെ യോശുവയോട് യഹോവയാം ദൈവം പറയുന്ന കാര്യമാണ്. മോശയ്ക്ക് ശേഷം ആ ജനത്തെ നയിപ്പാനായി യഹോവയാം ദൈവം തിരഞ്ഞെടുക്കുന്നത് യോശുവയാണ്. ആ യോശുവയോട് പറയുന്ന വാക്യമാണ്, ഒന്ന് വായിച്ചാട്ടെ. യോശുവ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം.
നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളത് കൊണ്ട് നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. നീ പോകുന്നിടത്തൊക്കെയും യഹോവയാം ദൈവം നിന്നോട് കൂടെയുള്ളത് കൊണ്ട് നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഈ ഉറപ്പാണ് ആർക്കുണ്ടായിരുന്നത്? പരിശുദ്ധ ദൈവമാതാവിന്. നീ പോകുന്നിടത്തൊക്കെയും യഹോവയാം ദൈവം നിന്നോട് കൂടെയുണ്ട്. എങ്ങനെയാണെങ്കിലാണ്, ദൈവമേ നിന്റെ പദ്ധതിക്കനുസരിച്ച് എന്നെ മാറ്റണമേ, നിന്റെ പദ്ധതികളെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ, നിന്റെ അരുളപ്പാടുകളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ അവിടെയാണ് നീ പോകുന്നിടത്തൊക്കെയും യഹോവയുടെ സാന്നിധ്യം നിന്നോട് കൂടെയുള്ളത്. യോശുവയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? യഹോവയാം ദൈവമാണ്. യോശുവയെ തിരഞ്ഞെടുക്കുന്നത് യഹോവയാം ദൈവമാണ്. അതുകൊണ്ടാണ് യഹോവയാം ദൈവം അവനോട് പറയുന്നത്, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. നീ കടന്നു ചെല്ലുന്ന ദേശമൊക്കെയും ഞാൻ നിനക്ക് തരും, നീ ചെല്ലുന്ന ദേശമൊക്കെയും ഞാൻ നിനക്ക് തരും. ഇത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരോടും യഹോവയാം ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മോശയോട് എന്താണ് പറഞ്ഞത്? മോശയെ തെരഞ്ഞെടുത്തിട്ട് മോശയെ വിളിക്കുമ്പോൾ മോശ പല കാര്യങ്ങളും യഹോവയോട് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. എനിക്ക് ഒരുപാട് ബലഹീനതകളുണ്ട്, എനിക്ക് ഒത്തിരി കുറവുകളുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ യഹോവയാം ദൈവം മോശയോടും പറയുന്നു, ഞാൻ നിന്നോട് കൂടെയിരിക്കും. ഇതിനേക്കാൾ വലിയ ഉറപ്പെന്താണ് നമുക്ക് വേണ്ടിയത്? ഞാൻ നിന്നോട് കൂടെയിരിക്കുമെന്ന് യഹോവയാം ദൈവം അരുളി ചെയ്യുന്നുവെങ്കിൽ ഇതിനേക്കാൾ അപ്പുറമായ ഒരു ഉറപ്പ് എന്താണ് നമുക്ക് വേണ്ടത്? സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, യഹോവ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. യഹോവ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. യെശയ്യാപ്രവചനന്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 10 വാക്യം ഒന്ന് വായിച്ചാട്ട്. യെശയ്യാപ്രവചനന്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 10 വാക്യം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഇതിനേക്കാൾ വലിയൊരു ഉറപ്പ് നമുക്ക് എന്താണ് വേണ്ടിയത്? പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ തിരിച്ചറിഞ്ഞ് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് യഹോവയാം ദൈവം അരുളി ചെയ്യുമ്പോൾ, ദൈവമേ ആ പദ്ധതിക്കനുസരിച്ച് മാറ്റപ്പെടുന്നുവെങ്കിൽ ഈ ഉറപ്പ് നമ്മോട് കൂടെയും ഉണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പില്ലാതെ പോകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ചല്ല ഞാനും നിങ്ങളും ജീവിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കഷ്ടതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ചിന്താഗതിയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിത്വമാരാണ് കഷ്ടത എന്ന് പറയുമ്പോൾ? ഇയ്യോബ് ദൈവത്തിൻ്റെ ഭക്തനായിരുന്നു, ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം സമൃദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കുന്നുവെങ്കിലും ജീവിതത്തിൽ എപ്പോഴൊക്കെയോ കഷ്ടതകൾ ഉണ്ടാകുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം. പക്ഷെ അവിടെയും അവൻ മുറുകെ പിടിക്കുന്ന ഒന്നുണ്ട്, എന്താണ്? യഹോവയുടെ സാന്നിധ്യം. അങ്ങനെ മുറുകെ പിടിച്ചതുകൊണ്ട് എന്താണ്? ജീവിതത്തിൽ ചില കഷ്ടപ്പാടുകളൊക്കെ വരും, പക്ഷേ ആ കഷ്ടതകൾക്ക് അപ്പുറമായ ഒരു തേജസ്കരണമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. യേശുക്രിസ്തു കുറച്ചു മുമ്പേ നാം വായിച്ച വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, പ്രസവിക്കുന്ന സ്ത്രീക്ക് വേദനയുണ്ട്, പക്ഷേ തൻ്റെ കുഞ്ഞിനെ ഒരു പുതിയ മനുഷ്യന് ജന്മം നൽകിയെന്ന് കാണുമ്പോൾ ആ വേദനകളൊക്കെയും അവള് മറന്നു കളയും. പ്രിയമുള്ളത്, ഈ കഷ്ടതകളൊക്കെ താൽക്കാലികമാണ്, പക്ഷെ ഈ കഷ്ടതകളെ അതിജീവിക്കുവാനാണ് നമുക്ക് കഴിയേണ്ടത്. എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ തകർന്നു പോകാതെ ധൈര്യത്തോടു കൂടി അതിനെ നേരിടുവാൻ നമുക്ക് സാധിച്ചാൽ തേജസ്കരണത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരും എന്നുള്ളതിൽ യാതൊരു വിധമായ സംശയമില്ല. യേശുതമ്പുരാൻ ഈ ലോകത്ത് കടന്നു വന്ന് കഷ്ടത അനുഭവിച്ച് ക്രൂശ് മരണം പ്രാപിച്ച് മരിച്ച് അടക്കപ്പെട്ടുവെങ്കിൽ 3-ാം ദിവസം എന്തുണ്ട്? ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളത് ആ ഒരു സത്യം തിരിച്ചറിയുവാൻ നാം വിസ്മരിക്കരുത്. നമ്മുടെ ജീവിതത്തിലും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഒരു
ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളതിൽ യാതൊരു വിധമായ സംശയമില്ല. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 41 വരെയുള്ള ഭാഗങ്ങളിൽ യേശു തമ്പുരാനും തൻ്റെ ശിഷ്യന്മാരും ചേർന്ന് പടകിൽ യാത്ര ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്. യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരും അന്നത്തെ ശുശ്രൂഷകളൊക്കെ കടന്ന പടകിൽ അവർ യാത്ര ചെയ്യുന്നു. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്തുണ്ടാകുന്നു? വലിയ കാറ്റും കോളുമൊക്കെ ഉണ്ടാകുകയാണ്. അങ്ങനെ കാറ്റും കോളുമൊക്കെ ഉണ്ടാകുമ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു പോകുന്നു. യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ യേശുക്രിസ്തു അവരോടൊപ്പമുണ്ട്. പക്ഷേ എന്താണ്? അവരുടെ ജീവിതത്തിൽ അവർ ഭയപ്പെട്ടു പോകുന്നു. അവിടെയാണ് അവർ യേശു തമ്പുരാനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഞങ്ങൾ നശിക്കുവാൻ പോകുന്നത് നീ കാണുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. ക്രിസ്തു എഴുന്നേറ്റ് എന്താണ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങളുടെ വിശ്വാസം എവിടെ? അവൻ കാറ്റിനെയും കടലിനെയും ഒക്കെ ശാസിച്ചു, അത് ശാന്തമായി. പക്ഷേ യേശു പിന്നീട് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ വിശ്വാസം എവിടെ? നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് എത്രയോ പ്രാവശ്യം ഒരുപക്ഷെ ക്രിസ്തു ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വിശ്വാസം എവിടെയാണ്? പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു വരേണ്ടി വന്നപ്പോൾ ഇതേപോലെ കടന്ന് നിലവിളിക്കുന്ന, തകർന്നു പോകുന്ന, പിന്തിരിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? അവിടെയൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം, ഞാൻ നിൽക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ വിളിക്കുമ്പോൾ ആ ദൈവം സ്വർഗത്തിൽ നിന്ന് എൻ്റെ പ്രാർത്ഥനകളെ കേൾക്കുകയും ആടി ഉലയുന്ന അനുഭവങ്ങളിൽ ശാന്തമായി നിർത്തുവാൻ ഒരു സ്വർഗസ്ഥനായ പിതാവ് എനിക്കുണ്ട് എന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ? നമ്മളോടൊക്കെ എത്രയോ പ്രാവശ്യം കർത്താവ് ചോദിച്ചിട്ടുണ്ടാകാം, എന്ത്? നിങ്ങളുടെ വിശ്വാസം എവിടെ? പരിശുദ്ധനായ പൗലോസ് തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. 2 തീമോത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. പരിശുദ്ധനായ പൗലോസ് തീമോത്തിയോസിന് എഴുതിയ ലേഖനം 2 തീമോത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക, കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മുടെ പടകിലുണ്ട് എന്നുള്ളത് പലപ്പോഴും നാം മറന്നുപോകുന്നു. എൻ്റെ ജീവിത പടകിൽ എന്നോടുകൂടി ആരുണ്ട്? ക്രിസ്തു എന്നോടുകൂടി ഉണ്ട് എന്നുള്ള എപ്പോഴാണ് മറന്നു പോകുന്നത്? ജീവിതത്തിൽ ജീവിതമാകുന്ന പടക് ആടി ഉലയുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വിശ്വാസത്തോടുകൂടി മുൻപോട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ധൈര്യത്തോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഏത് കടലിനെയും, ഏത് കാറ്റിനെയും, ഏത് കൊടുങ്കാറ്റിനെയും, ഏത് പ്രകൃതിക്ഷോഭങ്ങളെയും, ഏത് രോഗങ്ങളെയും, ഏത് ബുദ്ധിമുട്ടുകളെയും, ഏത് പ്രതിസന്ധികളെയും, ഏത് തകർച്ചകളെയും ഒക്കെ മാറ്റിക്കളയുവാൻ സാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. അവിടെയാണ് ക്രിസ്തു പറയുന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ പോകുവാൻ പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങളുടെ വിശ്വാസം എവിടെ? പ്രിയമുള്ളവരെ, ഈ ധൈര്യമാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ ധൈര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം പകർന്നു കൊടുക്കേണ്ടത്. നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തരുന്ന ധൈര്യം ഇതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ നേരിടേണ്ടത്. നമുക്കുമുണ്ട് ഉത്തരവാദിത്തങ്ങൾ. ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടുന്നതോടൊപ്പം നമ്മുടെ തലമുറകൾക്കും ഈ വിശ്വാസത്തെ, ഈ ധൈര്യത്തെ പകർന്നു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. പരിശുദ്ധ കന്യകമറിയാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് 2 ചിന്തകളാണ് നിങ്ങളോട് ഞാൻ പങ്കുവച്ചത്. ഒന്ന്, ജീവിതത്തിൽ എന്തുണ്ട്? കഷ്ടതകൾ
ഉണ്ട്. ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്, ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് യഹോവയാം ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്കൊക്കെ, പ്രത്യേകിച്ച് ഒരു യഹോവ ഭക്തനായ വ്യക്തിക്ക്, യഹോവയുടെ അരുളപ്പാടുകളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയേ സാധിക്കുകയുള്ളൂ. നാം പല ഉദാഹരണങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നാം കണ്ടു. 2, ഇങ്ങനെയുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ ധൈര്യപൂർവം നേരിടുവാൻ പരിശുദ്ധ കന്യകമറിയാം നമ്മെ പഠിപ്പിക്കുന്നു. 3-ാമതായി ഒരു ചിന്ത കൂടി പങ്കുവെച്ച് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിച്ചു കൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ധൈര്യപൂർവ്വം അതിനെ നേരിടുന്നതോടൊപ്പം ദൈവസന്നിധിയിലേക്ക് കണ്ണുകളെ ഉയർത്തുവാൻ നമുക്ക് സാധിക്കണം. അതാണ് 121-ാം സങ്കീർത്തനം പറയുന്നത്. എൻ്റെ സഹായക്കാരൻ, ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും മെനഞ്ഞുണ്ടാക്കിയ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാകുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ദൈവസന്നിധിയിലേക്ക് കണ്ണുകളെ ഉയർത്തേണ്ടതിൻ്റെ ആവശ്യകത അതാണ്. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് മാത്രമാണ്. ദൈവസന്നിധിയിൽ എൻ്റെ നിസ്സഹായ അവസ്ഥ ബോധ്യപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ്. ദൈവസന്നിധിയിൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഒഴിയത് കൊണ്ടാണ്. എൻ്റെ തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയവുമായി ദൈവസന്നിധിയിൽ കടന്നു വന്ന് നിന്നതുകൊണ്ടാണ് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഇന്ന് ഞാൻ ആയിരിക്കുന്നത്. ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ല. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ല. പരിശുദ്ധ കന്യകമറിയാം ദൈവസന്നിധിയിൽ നിന്ന് ഈ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുമ്പോൾ പരിശുദ്ധ കന്യകമറിയാമിന്റെ ജീവിതത്തിലും എന്തുണ്ടായിരുന്നു? തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു. ദൈവസന്നിധിയിലേക്ക് കണ്ണുകളെ ഉയർത്തുവാനുള്ള മനോഭാവം ആർക്കുണ്ടായിരുന്നു? പരിശുദ്ധ കന്യകമറിയാമിന് ഉണ്ടായിരുന്നു. പരിശുദ്ധ ദൈവമാതാവിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ രക്ഷകനെ തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ചവളാണ് പരിശുദ്ധ കന്യകമറിയാം. പക്ഷേ എങ്കിലും പ്രാർത്ഥനയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പരിശുദ്ധ ദൈവമാതാവിനെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ ലോകത്തിന്റെ രക്ഷകനെ വഹിച്ചവളായ പരിശുദ്ധ കന്യകമറിയാം പക്ഷേ പ്രാർത്ഥനയോടുകൂടി എവിടെയും ഇരിക്കുന്ന അനുഭവങ്ങളാണ് നാം കാണുന്നത്. കുടുംബമായി ഒന്നിച്ച് യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന മാതാവിനെയും കുടുംബത്തെയും നമുക്ക് കാണാം. അവിടെയും നേർച്ച കാഴ്ചകളൊട്ട് ഒക്കെ ഇട്ട് കുടുംബത്തോടൊന്നിച്ച് സമൂഹത്തോടൊന്നിച്ച് ഭവനത്തിലേക്ക് നടന്നു പോകുന്ന മറിയമ്മനെ നമുക്ക് കാണാം. വീണ്ടും കർത്താവിൻ്റെ സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷവും സ്വർഗാരോഹണത്തിന് ശേഷവും പരിശുദ്ധ കന്യകമറിയാമിനെ ഒരു ഭാഗത്ത് നമുക്ക് കാണാം. എവിടെയാണ്? അപ്പോസ്തല പ്രവർത്തികളിൽ നമുക്ക് കാണാം. അവിടെ ശിഷ്യന്മാരോടൊപ്പം ഒരു മൂലയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, അവിടെ അവകാശവാദങ്ങളില്ല, അവകാശവാദങ്ങളോ മറ്റ് ആധികാരികമായ ചിന്തകളോ ഇല്ല. പക്ഷേ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മാതാവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളതൊക്കെയും അവന് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല.
ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ, അവനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ മിസ്രയീം ദേശത്ത് വരുത്തിയ ഒരു ബാധയും ഒരു വ്യാധിയും നിന്റെ ജീവിതത്തിൽ ഞാൻ വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 39 വരെയുള്ള ഭാഗത്തിൽ അവിടെ കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവിൻ്റെ ഒരു പ്രാർത്ഥന നമുക്ക് കാണാം. ആഹാവ് ബാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ അവിടേക്ക് ഏലിയ പ്രവാചകൻ കർമ്മേൽ പർവ്വതത്തിൽ ഇവരെ കൂട്ടിവരുത്തിയിട്ട് കർമ്മേൽ പർവ്വതത്തിൽ ബലിപീഠമൊരുക്കി യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ജീവനുള്ള ദൈവത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രിയമുള്ളവരെ, നമ്മുടെയും സാക്ഷ്യം അതാകണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമല്ല, മറ്റുള്ളവർക്ക് ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ കാണിച്ചു കൊടുക്കുവാനും നമുക്ക് കഴിയണം. ഏലിയാവ് അതാണ് ചെയ്യുന്നത്. ഏലിയാവ് ചെയ്യുന്നത് ബാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർക്ക് ജീവനുള്ള ദൈവത്തെ കാണിച്ചു കൊടുക്കുകയാണ്. ബാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർക്ക് ജീവനുള്ള ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ ഏലിയാവിന് സാധിക്കുന്നുവെങ്കിൽ എനിക്കും ഞാൻ ആരാധിക്കുന്ന ജീവനുള്ള ദൈവത്തെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അവിടെ ഏലിയ പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. കർത്താവേ, എന്നോട് നീ ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരമരുളണമേ. ഈ പ്രാർത്ഥന എവിടെയെങ്കിലും നാം കേട്ടിട്ടുണ്ടോ? എവിടെയാണ്? വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ പ്രാർത്ഥിക്കുന്നതും ഈ പ്രാർത്ഥനയാണ്. കർത്താവേ, എന്നോട് നീ ഉത്തരമരുളണമേ. ആർക്ക് വേണ്ടിയാണ് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത്? ജനത്തിന് വേണ്ടിയാണ്, ഈ സമൂഹത്തിന് വേണ്ടിയാണ്. നുറുങ്ങിയ ഹൃദയത്തോടെ, തകർന്ന ഹൃദയത്തോടെ, കണ്ണുനീരോടുകൂടി പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. കർത്താവേ, എന്നോട് നീ ഉത്തരമരുളണമേ എന്നുള്ള പ്രാർത്ഥന. പ്രിയമുള്ളവരെ, കർമ്മേൽ പർവ്വതത്തിൽ ഏലിയ പ്രവാചകൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുക മാത്രമല്ല, ആ ജീവനുള്ള ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനും അവന് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഉള്ള ഉത്തരവാദിത്വം അതുകൂടിയാണ്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് മാത്രമല്ല, ജീവനുള്ള ദൈവത്തെ മറ്റുള്ളവർക്ക്, സമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ കന്യകമറിയാമിൻ്റെ ജീവിത സാക്ഷ്യവും അത് തന്നെയാണല്ലോ. തൻ്റെ ഉദരത്തിൽ കർത്താവിനെ വഹിക്കുക മാത്രമല്ല, ആ കർത്താവിനെ ലോകത്തിന് കൊടുക്കുവാൻ ആർക്ക് കഴിഞ്ഞു? കന്യകമറിയാമിന്. അതാണ് കന്യകമറിയാമിൻ്റെ ജീവിത സാക്ഷ്യം. ഉദരത്തിൽ വഹിക്കുക മാത്രമല്ല, മറിച്ച് ഉദരത്തിൽ വഹിച്ച കർത്താവിനെ ലോകത്തിന് കൊടുക്കുവാൻ പരിശുദ്ധ കന്യകമറിയാമിന് സാധിച്ചു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 43 മുതൽ ഉള്ള വാക്യങ്ങളിൽ രക്തസ്രാവമുള്ള സ്ത്രീ കർത്താവിനെ തൊടുന്ന ഒരു വിശ്വാസത്തിൻ്റെ അനുഭവമുണ്ട്. അവിടെ ആ ഭാഗം ഒന്ന് ശ്രദ്ധയോടുകൂടി വായിച്ചാൽ അവിടെ കാണാം, പല വൈദ്യന്മാരെയും അവള് തൻ്റെ ജീവിതത്തിലുണ്ടായ രോഗസൗഖ്യത്തിന് വേണ്ടി സമീപിച്ചു, പലരെയും സമീപിച്ചു. എന്നാൽ കർത്താവ് പറയുന്നുണ്ട്, രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. പക്ഷേ ദൈവത്തെ മുൻനിർത്തി വേണം നിന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. പലരെയും അവള് തൻ്റെ സൗഖ്യത്തിന് വേണ്ടി സമീപിച്ചു. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ ചെന്നാൽ എനിക്ക് സൗഖ്യമുണ്ടാകുമെന്നുള്ള തിരിച്ചറിവ്, എൻ്റെ കർത്താവിൻ്റെ ആ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ടാകും. ഈ വിശ്വാസമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന കർത്താവിനോട് ലാസറിന്റെ സഹോദരിമാര് പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ കർത്താവ് ആധികാരികമായി നമ്മളോട് പറയുന്ന ഒരു ഉത്തരമുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്യമുണ്ട്. എന്താണ്? ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട്. നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്നല്ല, അവൻ നമ്മളോട് കൂടെ ഉണ്ട്. നമ്മുടെ പടകിൽ, ജീവിതമാകുന്ന പടകിൽ നമുക്ക് തൊട്ട് അടുത്ത് നമ്മോട് ചേർന്നിരിക്കുന്ന കർത്താവിനെ കാണുവാൻ നമുക്ക് കഴിയണം. രക്ഷ നിനക്ക് തൊട്ട് മുമ്പിലുണ്ട്. ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക,
എങ്കിൽ സകലതും നിനക്ക് ലഭ്യമാകും. ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, എങ്കിൽ സകലതും നിനക്ക് സാധ്യമായി തീരുമെന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് കണ്ണുകളെ ഉയർത്തുവാൻ, എൻ്റെ പടകിൽ എന്നോടൊപ്പമുള്ള കർത്താവിനെ കാണുവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട്. ആ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ധൈര്യത്തോടുകൂടി നേരിടുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ധൈര്യത്തോടുകൂടി നേരിടേണ്ടത് എൻ്റെ കണ്ണുകളെ എവിടേക്ക് ഉയർത്തിയാണ്? പർവ്വതങ്ങളിലേക്ക്, ഉന്നതങ്ങളിലേക്ക് ഉയർത്തി എന്നോടൊപ്പമുള്ള എന്നെ സഹായിക്കുന്ന യഹോവയെ കാണുവാൻ, എന്നെ സഹായിക്കുന്ന യഹോവയുടെ ആ രക്ഷാകരമായ കരങ്ങളെ കാണുവാൻ നമുക്ക് കഴിയണം. നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്നല്ല, ഇപ്പോഴും എപ്പോഴും അവൻ എന്നോട് കൂടെയുണ്ട് എന്നുള്ള ജീവിത സത്യം, ജീവിത സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. യോസഫിൻ്റെയും മറിയയുടെയും ജീവിതത്തിൽ, തിരഞ്ഞെടുക്കപ്പെടുന്ന അനുഭവത്തിൽ, പരിശുദ്ധ കന്യകമറിയാം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഭവത്തിൽ ജോസഫ് എന്ത് ചെയ്യുന്നു? തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ബാലിക ഗർഭവതിയാണ് എന്ന് കാണുമ്പോൾ ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ യോസഫിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നത് എന്താണ്? അവൻ നീതിമാനാണ്. അവൻ നീതിമാനായതുകൊണ്ട് അവളെ ഉപേക്ഷിക്കുവാൻ ഒരിക്കലും അവന് താല്പര്യമില്ലായിരുന്നു. യഹൂദന്മാരുടെ നിയമമനുസരിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടി ഗർഭവതിയാണെന്ന് കണ്ടാൽ അവളെ എന്ത് ചെയ്യും? പരസ്യമായി കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് ക്രൂരമായി കൊന്നുകളയുന്ന അനുഭവം. എന്നാൽ അങ്ങനെ ഒരു ക്രൂരതയിലേക്ക് വിട്ടുകൊടുക്കുവാൻ ജോസഫിന് താല്പര്യമില്ലായിരുന്നു. അവൻ നീതിമാനായതുകൊണ്ട് അവൻ്റെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ദൈവസന്നിധിയിൽ അവന് സമർപ്പിച്ചു. രണ്ടുപേരും സ്വസ്ഥമായി കിടന്നുറങ്ങി എന്ന് കാണുവാൻ സാധിക്കും. അത് ദൈവസന്നിധിയിൽ സ്വസ്ഥമായിരിക്കുവാൻ അവന് കഴിഞ്ഞതുകൊണ്ടാണ് പ്രതിസന്ധികൾ നിറഞ്ഞ, സംഘർഷങ്ങൾ നിറഞ്ഞ, ഒരുപക്ഷെ തകർന്നു പോകാമായിരുന്ന ഒരു ജീവിതം എന്താണ്? പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് അവർ നടന്നു നീങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എന്നോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തെ കാണുവാൻ നമുക്ക് കഴിയണം. ആ ദൈവം നമുക്ക് സന്തോഷവും സമാധാനവും ഏത് പ്രതിസന്ധികൾക്കും അതിന് പരിഹാരം നമുക്ക് തരും എന്നുള്ളതിൽ യാതൊരു വിധമായ സംശയമില്ല. പരിശുദ്ധ കന്യകമറിയാമ്മയുടെ ജീവിതം നമുക്ക് സാക്ഷ്യമായിട്ട് തീരട്ടെ, നമുക്ക് മാതൃകയായിട്ട് തീരട്ടെ. ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, ആ കഷ്ടങ്ങൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യ ബോധ്യമാണ് പരിശുദ്ധ കന്യകമറിയാം നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ട്, ഈ കഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും ഇത് തരണം ചെയ്യുവാനുള്ള ധൈര്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് കന്യകമറിയാം പ്രാർത്ഥിക്കുന്നത് പോലെ നിന്റെ ഹിതം പോലെ ആയിത്തീരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. മൂന്നാമതായി, ദൈവസന്നിധിയിലേക്ക് കണ്ണുകളെ ഉയർത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവിനെ മുന്നിൽ നിർത്തി സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ ആ മധ്യസ്ഥത നമ്മയും ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുന്നത് നിത്യജീവന്റെ അനുഭവത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്പുരാൻ നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.